ഇത് ആക്ച്വലി ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈം വർഷങ്ങൾക്ക് ശേഷം സമയത്താണ് ഇത് മൊത്തം സ്റ്റാർട്ട് ആവണത്. വിനീത് ഓക്കെ അടിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്നാണത്. അപ്പോഴാണ് പറഞ്ഞത് ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഇന്റർനാഷണൽ സ്കെയിൽ സബ്ജക്റ്റ് ആണ്. അപ്പം നോബിൾ ആയിരിക്കും നായകൻ. കാരണം നോബിൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് നോബിൾ അത് അഡാപ്റ്റ് ചെയ്ത് എല്ലാം അറിയാം ഈ സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പൊ ഐ തിങ്ക് നോബിൾ ഇസ് ദ റൈറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് വിനീത് തന്നെയാണ് എല്ലാം ഫിക്സ് ചെയ്തത്, സെറ്റ് ചെയ്തത്. പിന്നെ പ്രൊഡക്ഷന്റെ ഇത് കോസ്റ്റ് നല്ല കൂടാൻ ചാൻസ് ഉണ്ട്, നീ മാത്രം ഇതിനകത്ത് വേണ്ട, ഞാനും കൂടെ. യെസ്, അതായിരുന്നു എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതെ, അപ്പം വിനീത് തന്നെയാണ് എൻ്റെ അടുത്ത് പറയണത് ഇല്ല ഇതിന്റെ കോസ്റ്റ് കൂടാൻ ചാൻസ്. കാരണം വിനീത് സ്റ്റോറി വായിച്ചല്ലോ, ഇന്റർനാഷണൽ സ്കെയിൽ. അപ്പം ഏത് പുതിയ ഒരാളെ വെച്ചിട്ട് നമ്മൾ, പുതിയ ആളെന്ന് വെച്ചാൽ നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത ഒരു അപ്കമിങ് ഹീറോയുടെ ആയതുകൊണ്ട് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സും വിനീതിന് അറിയാം. ഇപ്പോഴത്തെ ബിസിനസ് മാർക്കറ്റ് എല്ലാം സിനാരിയും ഈക്വലി അറിയാവുന്ന ഒരാളും കൂടെ വിനീത്. അപ്പൊ വിനീത് തന്നെ വോളണ്ടിയർ ചെയ്തിട്ട് പറഞ്ഞ കാര്യമാണ് ഇതിന്റെ ഹാഫ് ദ റിസ്ക് ഞാനും കൂടെ ഏറ്റെടുത്തോളാം. അങ്ങനെയാണ് രണ്ടുപേർക്കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള തീരുമാനവും വിനീതിന്റെ ആയിരുന്നു.